ലൈഫിൽ ഒരു ഗോൾ ഇല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല അതൊരു ഹാപ്പി ആയിട്ട് ലീഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇതായിക്കോട്ടെ. ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അറിയിക്കാനും ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഞാൻ നോർമലി ഉണ്ടാക്കുന്ന വീഡിയോയും ഓഡിയോ തമ്മിൽ ഒരു റിലേഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്, ഞാൻ കുക്കിംഗ് ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ ഒന്നിച്ചാക്കിയാണ് കാണിക്കുന്നത്. ഓഡിയോ ചെറിയൊരു മോട്ടിവേഷനാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ. അപ്പം ഈ ഒരു പറയുന്ന എന്തെങ്കിലും എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ഒരാളെങ്കിലും മോട്ടിവേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പം നമ്മൾ ഹൗസ് വൈഫ് അല്ല, ഹോം മേക്കേഴ്സ്. അപ്പം നമ്മൾ ഹോം മേക്കേഴ്സ് നമ്മൾ തന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി ചെയ്യാനുള്ള ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വളരെ ഹാപ്പി ആയിട്ടിരിക്കും ഈ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ ഒരു ഗോൾ ഇല്ലെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ തോന്നത്തില്ല. നമുക്ക് ലൈഫ് ഒരു നല്ല ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യാനും തോന്നത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടും, നല്ലൊരു ഹാപ്പി ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്കൊന്നും മനസ്സിലാവില്ല, അവർക്ക് കളിക്കാനാണ് താല്പര്യം. പക്ഷെ നമ്മൾ ഇത്ര മുതിർന്നവർ നമ്മൾ ലൈഫിൽ ഒരു ഗോളുണ്ട്, നമുക്കൊരു ജോലി നേടണം, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഈ ഒരു കാര്യം നമുക്ക് നേടണം, നമുക്കൊരു വീട് നേടണം, അപ്പം നമ്മൾ ഈ രീതി കഷ്ടപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളത് അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറേ പ്രയത്നിക്കും. അതേപോലെ തന്നെ ഹൗസ് വൈഫ്, വീട്ടിലിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഹോം മേക്കേഴ്സാണ് പറയുന്നത് എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടം. ഹോം മേക്കേഴ്സ് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡെയിലി ഒരു ടാസ്ക് അസൈൻ ചെയ്യാൻ മറക്കല്ലേ. ടാസ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അടുക്കളയിൽ ചെയ്യാനുള്ള ചില ചേഞ്ചസ് ആയിരിക്കും. ചിലപ്പോൾ ഓർഗനൈസർ എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്ന ടാസ്ക് ആവാം, അല്ലെങ്കിൽ തീർന്നു പോയ ബോക്സിനകത്ത് എന്തെങ്കിലും ഫിൽ ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പച്ചക്കറി അരിഞ്ഞു വെച്ച് പ്രീ മീൽ പ്രിപ്പറേഷൻ ചെയ്യുന്ന എന്തെങ്കിലും ടാസ്ക് ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മൺഡേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടു ഡിന്നർ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു നോട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ് ആയിരിക്കാം. മാവ് നമ്മൾ ഉഴുന്നും അരിയും വെള്ളത്തിലിടാനോ, അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി അരിഞ്ഞ് വെക്കാനോ, തുണികൾ തേച്ച് വെക്കുന്ന ടാസ്കോ, അല്ലെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ടാസ്കോ, ഇതൊക്കെ നമ്മൾ ഒരു പേപ്പറിലോ ഒരു ബുക്കിൽ നമ്മൾ എഴുതി വെച്ചിട്ട് ഡെയിലി ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു ടാസ്ക് തീർക്കണം. ചിലപ്പോൾ അത് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കുക, നമ്മുടെ ഫ്രണ്ട് റൂം മുഴുവനും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക, അങ്ങനത്തെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോരോ ടാസ്ക്, നമ്മൾ ഹോം മേക്കേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ വീടും ചുറ്റിനുള്ള ടാസ്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിൽ ഒത്തിരി പേർക്കുള്ളത്. ഒത്തിരി പേർക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുമായിരിക്കും. അതും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇച്ചിരി സമയത്തിന് വേണ്ടിയാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റും അതുപോലെ തന്നെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതും. സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഗോൾ എത്രത്തോളം നമ്മൾ പ്രോഗ്രസ് ഡെയിലി ചെയ്യുന്നുണ്ട് എന്ന് അറിയാനുള്ള ഒരു കാര്യം നമ്മൾ ഈ ഒരു ബുക്കിൽ എഴുതി വെക്കണം. പറഞ്ഞാൽ നമ്മൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ സെറ്റ് ചെയ്ത് വെച്ച ഗോള് പ്രോഗ്രസ് ആവുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ കിച്ചൺ ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ചെയ്തു, അത് 1 മണിക്കൂറുടെ പണിയാണെങ്കിൽ ചിലപ്പോൾ 1.25 മണിക്കൂർ പിടിച്ചെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ എന്താണ് അവിടെ തെറ്റ് ചെയ്തത്, പെട്ടെന്ന് എങ്ങനെ തീർക്കാൻ പറ്റും, ചെറിയ ടാസ്കുകൾ നമ്മൾ തന്നെ അതെങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് ആ രീതിയിൽ തീർക്കാൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെറ്റ് ചെയ്തു ഗോള്, പിന്നെ നമ്മൾ പ്രോഗ്രസ് ഒക്കെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്വയം നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ
നമ്മളൊന്ന് കൊട്ടിയിട്ട് വെരി ഗുഡ്, ഇന്ന് ഞാൻ ഇത്രത്തോളം ചെയ്തു, വെരി ഗുഡ്, ഞാൻ നന്നായിട്ട് ചെയ്തു, വെരി ഗുഡ്, ഇനി നാളെ ഇച്ചിരി കൂടി ഫാസ്റ്റായിട്ട് ചെയ്യണം, കാരണം എനിക്ക് വേണ്ടി ഇച്ചിരി ടൈം ഞാൻ സ്പെൻഡ് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു മീ ടൈം വേണം, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ചെയ്തു, വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ സ്വയം നമ്മളെ തന്നെ ഒന്ന് തോളത്തൊന്ന് ഇങ്ങനെ തട്ടിയിട്ട് ക്ലാപ്പ് ചെയ്യുക. അപ്പം നമ്മൾ സ്വയം എൻകറേജ് ആവും. കാരണം നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി ഇവിടെ വേറെ ആരും കാണില്ല, അവർക്ക് അതിനുള്ള സമയമില്ല, അവർക്ക് അവരുടെയായ കുറേ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെയായ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രിയോറിറ്റി ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് വരുന്ന മുന്നേ തന്നെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടും. ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ അവർ ഉറങ്ങത്തൊന്നുമില്ല, അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങുന്ന ആ സമയം ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയില്ലെങ്കിൽ വൈകുന്നേരം ഒന്ന് പെട്ടെന്ന് ഉറക്കി കഴിഞ്ഞിട്ട് ആ ഒരു 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ എല്ലാം മീൽ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇച്ചിരി റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടും. പക്ഷേ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഇച്ചിരി പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ പറയാൻ എളുപ്പമാണ്, പക്ഷേ ചില കുട്ടികൾ ഭയങ്കര വാശിയായിരിക്കും, ഉറങ്ങത്തൊന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിള്ളേർ ഉറങ്ങത്തില്ലെങ്കിൽ അമ്മയ്ക്കും സ്ട്രെസ്സ് കൂടുതലാണ്, ജോലിയും കൂടുതലാണ്, എല്ലാം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെയും ഒന്ന് ട്രൈ ചെയ്യാൻ മാത്രം പറയാൻ പറ്റും, കാരണം ഞാൻ ഈ അവസ്ഥയിൽ നിന്നൊക്കെ പോയതാണ്, അതുകൊണ്ട് എനിക്കറിയാം ഭയങ്കര ടഫാണെന്ന് നന്നായിട്ട് അറിയാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക, നമ്മൾ ഇന്ന് എത്ര ടൈമാണ് കൂടുതലും സ്പെൻഡ് ചെയ്ത് എവിടെയാണ് സ്പെൻഡ് ചെയ്തത്, ആ ടൈം നമ്മളൊന്ന് കുറയ്ക്കാൻ നോക്കണം. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങൾ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നെ നമ്മുടെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി കിട്ടുന്ന സമയം എന്തെങ്കിലും യൂട്യൂബിൽ നമുക്ക് ആവശ്യമുള്ള, നമ്മളിപ്പം എന്തെങ്കിലും പഠിത്തം പഠിച്ചത് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയ എന്തെങ്കിലും ടോപ്പിക്ക് നോക്കാം, അല്ലെങ്കിൽ ഹൗസ് വൈഫിന് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളുടെ ടോപ്പിക് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. യൂട്യൂബിൽ ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമുള്ള സമയം തീർച്ചയായിട്ടും ഒരു 2 മണിക്കൂറെങ്കിലും നമ്മുടെ കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭയങ്കര സെൻസിറ്റീവാണ് കേട്ടോ. അവർ കാര്യങ്ങളൊന്നും പാരൻസിനോട് ഷെയർ ചെയ്യാറില്ല, ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് എപ്പോഴും പഠിക്കുകയെന്ന് പറഞ്ഞ് വഴക്ക് പറയാതെ അവരോടൊത്ത് ഇരുന്ന് കഥയും പറഞ്ഞ് ഇച്ചിരി നേരം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിട്ടിരിക്കും. ഹോം മേക്കേഴ്സ് കൂടുതലും ലോ മോട്ടിവേഷൻ കാരണം ആണ് കൂടുതലും അവർക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്നത്. ഇച്ചിരിയൊക്കെ അവർക്ക് മീ ടൈം വേണം. സെൽഫായിട്ട് ഇച്ചിരി നേരം റിലാക്സ് ആവാനുള്ള ഒരു അരമണിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി സ്വയം തന്നെ മോട്ടിവേറ്റ് ആവാൻ വേണ്ടി പറ്റും കേട്ടോ. മീ ടൈം ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് അവർക്ക് റിലാക്സ് ആവാൻ പറ്റുന്നില്ല. 1 മണിക്കൂറല്ലാതെ ഒരു അരമണിക്കൂറെങ്കിലും കിട്ടുവാണെങ്കിൽ അവർക്ക് നല്ല ഒരു ചേഞ്ചസ് വരും. ലോ മോട്ടിവേഷൻ ആവാതിരിക്കാനാണ് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിച്ചണിൽ ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ട് നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യാനും സെൽഫ് കെയർ ചെയ്യാനും ഇച്ചിരി ലൈറ്റായിട്ടൊക്കെ എക്സസൈസ് ചെയ്യാനും ഒക്കെ തുടങ്ങുവാണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടും. നമ്മൾ സ്വയം നമ്മളെ കെയർ ചെയ്യണം. കാരണം നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സെൽഫ് കെയർ ആണ്. അപ്പോൾ അതിൽ വരുന്നത് നമ്മൾ കൂടുതലും അധികമായിട്ട് ഫുഡ് വയ്ക്കാതിരിക്കുക. എത്ര ആവശ്യമുണ്ട് അത്രമാത്രം ഫുഡ് വയ്ക്കുക. എക്സ്ട്രാ ഫുഡുകൾ വേണ്ട. അപ്പോൾ നമ്മൾ കളയേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ ആയിട്ട് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഫുഡ് വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് വെച്ചിട്ടുള്ളത് ആ ഫുഡിനകത്ത് നമ്മൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ല എമൗണ്ടിൽ പ്രോട്ടീനും കാർബ്സും എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. കൂടുതലും സാലഡും ഒക്കെ വയ്ക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇച്ചിരി നേരം യോഗ ചെയ്യാൻ നോക്കുക, എക്സസൈസ് ചെയ്യാൻ നോക്കുക. ഒരു 15 മിനിറ്റ്സ് നമ്മൾ യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ആദ്യം എണീറ്റുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കിടക്കുന്ന ബെഡും ബെഡ്ഷീറ്റും ഒക്കെ നമ്മൾ മടക്കി ഒതുക്കി വെക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു എനർജിയാണ് തോന്നുന്നത്. നമുക്ക് നല്ലൊരു നീറ്റായിട്ടിരിക്കുന്ന വീട് കാണുമ്പോഴല്ലേ നമുക്കൊരു മോട്ടിവേഷൻ തോന്നുന്നത്. അതേപോലെ തന്നെ നീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിലും തുണികളൊക്കെ കഴുകാനുണ്ടെങ്കിലും അടുക്കാനുണ്ടെങ്കിലും ഒരു ബാസ്ക്കറ്റിനകത്ത് എടുത്ത് ഇട്ട് വയ്ക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം ഇപ്പോൾ നമ്മൾ 24 hours വർക്ക് ചെയ്യുന്നത്. നമുക്ക് വർക്കിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. അത് നമ്മൾ വേറെ ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ബട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത വർക്കാണ് നമ്മുടേത്.
അപ്പോൾ നമുക്ക് ഇപ്പം തുണി മടക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കുക. കാരണം സാറ്റർഡേ ആയാലും സൺഡേ ആയാലും നമുക്ക് റെസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസം ആയിക്കോട്ടെ, ചിലപ്പോൾ അത് മൺഡേ ആവാം, വെനസ്ഡേ ആവാം, ട്യൂസ്ഡേ ആവാം, നിങ്ങൾക്ക് വേണ്ടി റെസ്റ്റ് കൊടുക്കുക. റെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ദിവസം നിങ്ങൾ അധികം ജോലി ചെയ്യേണ്ട, ചോറും കറി മാത്രം വയ്ക്കുക, സ്റ്റൗയുടെ ഭാഗം മുഴുവനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അല്ലാതെ തുണി മടക്കുന്ന കാര്യമാണെങ്കിലും തുണി കഴുകുന്ന ഇമ്പോർട്ടൻറ്റ് തുണികളൊന്നും ഇല്ല, പിന്നെ കഴുകിയാലും കുഴപ്പമില്ല, അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നിങ്ങളതൊരു ബാസ്ക്കറ്റിനകത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 24 hours വീട്ടിലെ ജോലികൾ തന്നെ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഡിപ്രഷനും ആങ്സൈറ്റിയും ഒരു ലോ മോട്ടിവേഷനും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ അതിലൊരു ദിവസം മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മളെ റിലാക്സ് ആക്കാൻ വേണ്ടി തലയിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച്, മുഖത്ത് ഇച്ചിരി കടലമാവൊക്കെ തേച്ച്, നമ്മൾ റിലാക്സ് ആയിട്ട് ഒരു ഗ്ലാസ് കുളിച്ചിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് നല്ലൊരു പുറത്തിടുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് കോഫിയൊക്കെ കുടിച്ച് നമ്മൾ റിലാക്സ് ആവാൻ നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. പിന്നെ നമ്മൾ ആ ഒരു ഡേക്ക് വേണ്ടി നെക്സ്റ്റ് വീക്കും വെയിറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മോട്ടിവേറ്റ് ആയിട്ട് മൺഡേ ടു ഉള്ള എല്ലാ ദിവസമുള്ള ജോലികളൊക്കെ നല്ല ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കും. പിന്നെ നമ്മൾ ആ ഒരു ദിവസം, അത് നിങ്ങളുടെ ഏത് ദിവസമാണ് താഴെ കമൻറ്റ് ചെയ്ത് പറയണേ. മൺഡേ ആണോ വെനസ്ഡേ ആണോ നിങ്ങൾ റിലാക്സ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം. അപ്പോൾ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ദിവസം വരുമല്ലോ, അപ്പോൾ എനിക്ക് റിലാക്സ് ആവാൻ ആ ദിവസം എനിക്കൊരു പണിയും ചെയ്യണ്ട എന്ന് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആണ്. പറ്റുവാണെങ്കിൽ നിങ്ങൾ വീട്ടിൻ്റെ പുറത്ത് ഒന്ന് വാക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല, പറ്റുന്ന ആൾക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ കുട്ടികൾ വരുവാണെങ്കിൽ അവരെയും കൊണ്ട് വാക്ക് ചെയ്യാനൊക്കെ പോകുന്നത് വളരെ നല്ലതായിരിക്കും. എനിക്കിവിടെ അങ്ങനത്തെ ഒരു വാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് പുറത്തേ പോകാൻ പറ്റാറില്ല. ഞാൻ മിക്കവാറും വീട്ടിൻ്റെ അകത്ത് തന്നെയാണ്. എപ്പോഴേലും സൺഡേ ഒക്കെയാണ് പുറത്ത് പോകുന്നത്. പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമുക്ക് കറങ്ങാനും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. സോ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് കുട്ടികളുമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ വീക്കിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. പറഞ്ഞാൽ ഒരു റിലാക്സ് ആവാനുള്ള ഒരു ടൈം. പിന്നെ പറ്റുവാണെങ്കിൽ 1 മണിക്കൂറോ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നോക്കണം ആ ഒരു ദിവസം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടുതലും യൂട്യൂബ്സ് അങ്ങനെ നോക്കാതെ തന്നെ നിങ്ങളുടെ പണികൾ ചെയ്തുകൊണ്ട് ഇതൊക്കെ നോക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. ഇതിലേതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.